പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം സ്റ്റേഡിയം ഏത് സ്റ്റേഡിയം ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ആരാധകർക്കെല്ലാം ഒരു സംശയമുണ്ടായിരുന്നു. കോഴിക്കോട്ടുള്ള EMS സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ഹോം മത്സരങ്ങളെല്ലാം കളിച്ചേക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മാർക്കസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കലൂർ സ്റ്റേഡിയത്തിലെ നിലവിലെ പണികളൊന്നും പൂർത്തിയായിട്ടില്ല. മാത്രമല്ല ഒരു ടർഫും കളിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല നിലവിൽ ഉള്ളത്. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി വിട്ടു പോകുന്നത്. നിലവിൽ ലഭിച്ചിരിക്കുന്ന വാർത്ത അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് കോഴിക്കോടുള്ള EMS സ്റ്റേഡിയത്തിൻ്റെ അധികൃതരുമായി ധാരണയിലെത്തിയിട്ടുണ്ട്. സ്റ്റേഡിയം ഒഫീഷ്യലായിട്ട് കൈമാറുന്നതിന് മുൻപ് രേഖകൾ തീർപ്പാക്കേണ്ടതുണ്ട്. എന്തായാലും ഇത്തവണത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരങ്ങളെല്ലാം ഇവിടെ വെച്ചായിരിക്കും കളിക്കുക. അടുത്തൊരു വാർത്ത നോർത്ത് ഈസ്റ്റിന്റെ താരമായിട്ടുള്ള അലഡിൻ അജാറയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നറായിരുന്നു ഈ ഒരു താരം. അങ്ങനെ അജാറ എന്ന ഈ ഒരു താരത്തിനെ നോർത്ത് ഈസ്റ്റ് മറ്റൊരു ക്ലബിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ അയച്ചിട്ടുണ്ട്. ഈ ഒരു സീസണിൽ ഒരു ഇന്തോനേഷ്യൻ ക്ലബിന് വേണ്ടി അജാറ ലോൺ അടിസ്ഥാനത്തിൽ കളിച്ചേക്കും. കഴിഞ്ഞ സീസണിലെ ഒരു മികച്ച പ്രകടനം കാരണം കൊണ്ട് തന്നെ അജാറയുടെ കോൺട്രാക്റ്റ് 2 വർഷത്തേക്ക് കൂടി നോർത്ത് ഈസ്റ്റ് പുതുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ താരത്തിന് 2 വർഷം കൂടി ഇനി നോർത്ത് ഈസ്റ്റായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട്. ഈ ഒരു ലോൺ കാലാവധി കഴിഞ്ഞതിന് ശേഷം താരം ക്ലബിലേക്ക് തിരിച്ചെത്തും. നോർത്ത് ഈസ്റ്റിന് വേണ്ടി മൊത്തത്തിൽ 48 ഗോളുകളാണ് താരം അടിച്ചു കൂട്ടിയിട്ടുള്ളത്. എന്തായാലും ഈ വരുന്ന സീസണിൽ സൂപ്പർ താരം അലഡിൻ അജാറ ഇല്ലാതെയായിരിക്കും നോർത്ത് ഈസ്റ്റ് കളിക്കുക. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.